ശ്രീമദ് ഭാഗവതത്തിൽ വാമനന്റെ 3 ചുവടുകളിൽ ഒരു ശക്തമായ പാഠം ഒളിഞ്ഞിരിക്കുന്നു. അറിയാമോ? പ്രഹ്ലാദന്റെ ചെറുമകനായ മഹാബലി രാജാവ് നീതിമാനും ഉദാരമതിയും എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിച്ചതോടെ അഹങ്കാരവും വർദ്ധിച്ചു. ഈ അഹങ്കാരത്തിന് ഒരു ശമനം വരുത്താനായി ഭഗവാൻ വിഷ്ണു വാമനൻ എന്ന ഒരു ചെറിയ ബ്രാഹ്മണനായി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മഹാബലി രാജാവിനോട് വെറും 3 അടി മണ്ണാവശ്യപ്പെട്ടു. ദാനശീലനായ രാജാവ് സമ്മതിക്കുകയും ചെയ്തു. പെട്ടെന്ന് വാമനൻ പ്രപഞ്ച രൂപത്തിലേക്ക് വികസിച്ചു. ആദ്യ പടിയിൽ മുഴുവൻ ഭൂമിയും അളന്നു, രണ്ടാമത്തേതിൽ സ്വർഗവും. 3ാമത്തെ ചുവട് വയ്ക്കാൻ ഇടമില്ലാതെ വന്നപ്പോൾ മഹാബലി സ്വന്തം തല സമർപ്പിച്ചു. ഭാഗവതം അനുസരിച്ച് 3 ചുവടുകളിൽ കാണിക്കുന്നത് മുഴുവൻ സൃഷ്ടിയും ഭൂമി, സ്വർഗം, പാതാളം ദൈവത്തിന് മാത്രമുള്ളതാണെന്നാണ്. അവ അഹങ്കാരം, സമ്പത്ത്, ശക്തി എന്നിവ ദൈവത്തിന് കീഴടങ്ങുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു. മഹാബലിയുടെ വിനയം അദ്ദേഹത്തിന്റെ പരാജയത്തെ ശാശ്വത മഹത്വമാക്കി മാറ്റി. ഈ ഓണത്തിന് ഓർമ്മിക്കുക, നമ്മുടെ സ്വന്തമായുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് വന്നതാണ്. യഥാർത്ഥ മഹത്വം സമർപ്പണമാണ്.